നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്കിങ്ങനെ കുറച്ച് ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. വേറെ ഒന്നുമല്ല, എള്ള് വിളയിച്ചതാണ്. അപ്പോൾ എള്ള് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് വിളയിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. എള്ള് മാത്രമല്ല, അവലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എള്ളാണ്. എള്ള് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, കറുത്ത എള്ള്. അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോക്കി വെച്ചതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് എന്തായാലും. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് മട്ട അവലാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കപ്പാണ്. പിന്നെ മധുരത്തിനായിട്ട് ശർക്കര വേണം. ശർക്കര ഞാൻ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ചിരകിയ തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇത് വാട്ടർമെലൺ സീഡ്സ് ആണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബദാമാണ്, അത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇത് സൺഫ്ലവറിൻ്റെ സീഡ്സ് ആണ്, അതൊരു 2 ടേബിൾ സ്പൂണോട് എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ റേസിൻസും എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എള്ള് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. അതിനൊരു പാത്രം വെച്ചു. ഇനി ഇതിലെ വെള്ളം മുഴുവനും പോയി ഒന്ന് വറുത്തെടുക്കണം. ഇതിലെ വെള്ളം ഫുൾ ഡ്രൈ ആവുകയും വേണം. എന്നിട്ടൊന്നും ഇങ്ങനെ പൊട്ടി തുടങ്ങണം, അതുവരെയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കരയും കൂടെ ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 250 ഗ്രാം ശർക്കര കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഉരുക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഇങ്ങനെ പൊട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതുപോലെ അവൽ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അവലും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇതും വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമ്മളെ കയ്യിലുള്ള സീഡ്സ് എല്ലാം വറുത്തെടുക്കുകയാണ്. അപ്പോൾ വാട്ടർമെലണിൻ്റെ സീഡ്സ്, അതുപോലെ സൺഫ്ലവർ സീഡ്സ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ബദാമും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ബദാമും കൂടെ ഇട്ട് കൊടുക്കുക, ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സീഡ്സും അതുപോലെ ബദാമും വറുത്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിച്ചത്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കുകയാണ് ഗീ. ഇനി നമുക്ക് തേങ്ങ ചിരകിയതുണ്ടല്ലോ, അത് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നവരെ, തേങ്ങയുടെ ഒന്ന് ഡ്രൈ ആയി വരുമല്ലോ, അതുവരെ നമുക്ക് വറുത്തെടുക്കാം. ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കണ്ടില്ലേ, ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കരപ്പാനി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത അവലിട്ട് കൊടുക്കാം. അവലും ശർക്കരയും ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടാക്കി വെച്ച എള്ള് കൂടെ ചേർക്കാണ്. ഇപ്പം എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മൾ വറുത്ത് വെച്ച സീഡ്സ്, പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇതിലേക്ക് ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്.
നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എള്ള് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം നല്ല ഹെൽത്തിയാണ്. നമ്മൾ ഇതിൽ സീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ട, ഒരുപാട് സീഡ്സ് നമുക്ക് ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ ചേർക്കാം. അപ്പോൾ ഈവനിങ് ഒക്കെ ഒരു ചായയുടെ കൂടെ കുറച്ച് ചെറിയൊരു കപ്പിലൊക്കെ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അപ്പം എള്ളായതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് കൂടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.